ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഉത്തരം 1, കളിക്കാം ജയിക്കാം. നേഹയും ആദിലും സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. നേഹയുടെ കയ്യിലുള്ള കാർഡുകൾക്ക് തുല്യമായ സംഖ്യകൾ ആദിലിൻ്റെ കാർഡുകളിൽ നിന്നും കണ്ടെത്തി ഒഴിഞ്ഞ കളത്തിൽ എഴുതുക. നേഹയുടെ കാർഡിന് തുല്യമായ സംഖ്യ ആദിലിൻ്റെ കാർഡിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞത്. അപ്പം നേഹയുടെ കാർഡുകൾക്ക് ഉത്തരം അല്ലേ 3 5 15 എഴുതുക. 8 × 10 എത്രയാണ്? 8 10 80 അല്ലേ. ഒരു പൂജ്യം ഉള്ളത് അല്ലേ. നമ്പേഴ്സ് തമ്മിൽ അക്കങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ 8 പിന്നെ എത്ര പൂജ്യം ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക. പൂജ്യത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഗുണന ഇതിൻ്റെ ഒരു ഈസി ട്രിക്കാണ്. 80 അല്ലേ. 6 36 5 5 25 4 2 8 തിരഞ്ഞെടുത്ത് എഴുതുക. ബി ക്വസ്റ്റ്യൻ, പൂവിൻ്റെ നടുവിലുള്ള സംഖ്യക്ക് തുല്യമായി വരുന്ന ഇതളുകൾക്ക് നിറം കൊടുക്കുക. പൂവിൻ്റെ നടുവിലുള്ള സംഖ്യ 24-ന് തുല്യമായ സംഖ്യ ഏതാണ്? 6 4 24 അതേപോലെ തന്നെയാണ് 6 4 തിരിച്ചിട്ടത് 4 6 24 തന്നെയാണ്. 1 8 2 8 16 3 8 24 അല്ലേ. 8ൻ്റെ ടേബിളിൽ അല്ലേ 3 8 24. അപ്പോൾ ഈ 3 ഇതളുകൾക്കും നിങ്ങൾ കളർ കൊടുക്കുക. ഉത്തരം 2, സമയം കണ്ടെത്താം. അനു ഗണിതമേളയിൽ മോഡൽ നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മത്സരം ആരംഭിച്ചത് 9:30 കളത്തിലെ സമയത്തിനനുസരിച്ച് ക്ലോക്കിൽ സൂചികൾ വരച്ചു ചേർക്കുക. 9:30 വരച്ചു ചേർക്കാനാണ്. ചെറിയ സൂചി 9നും 10നും ഇടയിലും, വലിയ സൂചി എത്രയിലാണ് അല്ലേ? 6 ഹാഫിലെ 9:30 അല്ലേ. 9:30 അല്ലേ. 30 എന്ന് പറയുമ്പോൾ 5 10 15 20 25 30. ചെറിയ സൂചി നമ്മുടെ മണിക്കൂർ സൂചി 9നും 10നും ഇടയിലും, വലിയ സൂചിയിലെ നമ്മുടെ മിനിറ്റ് സൂചി എന്താണ്? 6ലും വരക്കുക. ബി, അനു നിർമ്മാണം പൂർത്തിയാക്കിയ സമയം ക്ലോക്കിൽ നോക്കി കളത്തിൽ എഴുതുക. ഈ ക്ലോക്കിലെ സമയം എത്രയാണ്? 11:40 ആണല്ലേ. ഇവിടെയാണ് 30 35 40 അല്ലേ. 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഉണ്ടാവുക അല്ലേ. 30 കഴിഞ്ഞാൽ 35 40 അപ്പോൾ 11:40 സി, നിർമ്മാണം പൂർത്തിയാക്കാൻ അനു എത്ര സമയം എടുത്തു? നിർമ്മാണം പൂർത്തിയാക്കാൻ അനു എത്ര സമയം എടുത്തു അല്ലേ? 9:30 തുടങ്ങിയിട്ട് 11:40 അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള സമയം എത്രയാണ്? 9:30 തൊട്ട് 11:40 ഇതിൻ്റെ ഇടയിലുള്ള സമയമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുവരെ അല്ലേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അവസാനിച്ച സമയം. 9:30 കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞാൽ 9:30 കഴിഞ്ഞാൽ പിന്നെ 10:30 ആണല്ലേ. 9:30 കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ 10:30, അടുത്ത മണിക്കൂർ കഴിഞ്ഞാൽ 11:30 അല്ലേ. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞാൽ 12:30 ആവും. 11:40 അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ്. 11:30 കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആയിട്ടുണ്ട്? 30 40 അല്ലേ. 10 മിനിറ്റ് അല്ലേ. 30 35 40 അല്ലേ. 10 മിനിറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, 10 മിനിറ്റ് കൂട്ടണം. ബാക്കി എത്ര മണിക്കൂറായിട്ടുണ്ട്? 9:30 to 10:30 1 മണിക്കൂർ, 10:30 to 11:30 2 മണിക്കൂർ. 2 മണിക്കൂറും 10 മിനിറ്റും അല്ലേ. 2 മണിക്കൂറും 10 മിനിറ്റും ആണ് ആയത് അല്ലേ. ഡി, 9:30 ആരംഭിച്ച മത്സരം 3 മണിക്കൂർ കഴിഞ്ഞ് അവസാനിച്ചുവെങ്കിൽ മത്സരം അവസാനിച്ച സമയം എഴുതുക. 9:30 തുടങ്ങിയ മത്സരം 3 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ 9:30 കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര? 10:30 11:30 12:30 എപ്പോഴല്ലേ 3 മണിക്കൂറാവും? 9:30 കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞാൽ 10:30 ആവും. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞാൽ 11:30 ആവും. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞാൽ 12:30 ആവും. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ എത്രയാവും? 12:30 ആവും. ഈ സമയം ക്ലോക്കിൽ സൂചികൾ വരച്ച് കാണിക്കുക. അപ്പോൾ 12:30 എങ്ങനെ സൂചികൾ വരച്ച് കാണിക്കുക? ചെറിയ സൂചി 12നും 1നും ഇടയിലായിട്ടും, വലിയ സൂചി 6 12:30. പ്രവർത്തനം 3, കലാമേള. സ്കൂൾ കലോത്സവത്തിൽ ആതിരയും കൂട്ടുകാരും നൃത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ആതിര അമ്മയോടൊപ്പം കടയിലെത്തി. വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് ചൂടെ തന്നിരിക്കുന്നു. കടയിൽ പ്രദർശിപ്പിച്ച വില നോക്കി ബില്ല് പൂർത്തിയാക്കുക. അപ്പോൾ കടയിൽ എന്താണ് ഇവിടെ ബില്ല്, ഇവിടെ എന്താണ് സാധനങ്ങളുടെ വില ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ല് നമ്മൾ പൂർത്തിയാക്കണം. മുത്തുമാല എത്ര എണ്ണം വാങ്ങിയത്? 7 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒന്നിൻ്റെ വില എത്രയാണ്? 4 രൂപയാണ്. അപ്പോൾ ഒന്നിൻ്റെ വില 4 ആണെങ്കിൽ 7 എണ്ണത്തിന് എത്രയാവും? 4 7 തവണ എഴുതി കൂട്ടി നോക്കുക. അല്ലെങ്കിൽ 4 7 4 28 ഗുണിച്ച് നോക്കുക. 7 4 28 അല്ലേ. കമ്മലിൻ്റെ സെറ്റ് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒന്നിൻ്റെ വില 6 ആണ്. അങ്ങനത്തെ 5 എണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 5 തവണ എഴുതി കൂട്ടി നോക്കുക. അല്ലെങ്കിൽ 6 5 30. ഞാൻ കിരീടം എത്ര 2 എണ്ണമാണ് വാങ്ങിയത്. ഒന്നിൻ്റെ വില എത്രയാണ്? കിരീടത്തിന് ഒന്നിന് 10 രൂപയാണ്. ഒരു കിരീടത്തിന് 10 രൂപയാണെങ്കിൽ 2 കിരീടത്തിന് എത്രയാവും? 10 10 20 അല്ലേ. 2 10 20. ഒരു വളയുടെ വള 8 രൂപയാണ് അല്ലേ. ഒരു വളയുടെ വില 8 ആണെങ്കിൽ 2 വള വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 8 16 8 8 16 അല്ലേ. ഒരു വളക്ക് 8 ആണ്. അപ്പോൾ 2 വളക്ക് 8 8 16. അപ്പോൾ ആകെ എത്രയാവും? ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക അല്ലേ. ഈ കിട്ടിയ ആകെ തുക എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ 94 രൂപ എന്ന് കിട്ടും അല്ലേ, ആകെയുള്ള തുക. പ്രവർത്തനം 4, കലണ്ടറിലെ ഗണിതം.
2022 നവംബർ മാസത്തെ കലണ്ടറിലെ ഒരു ഭാഗമാണ് താഴെ കാണുന്നത്. ആദ്യത്തെ ബുധനാഴ്ച 2-ാം തീയതിയാണ്. മറ്റ് ബുധനാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ്? അപ്പോൾ ആദ്യം ബുധനാഴ്ച തുടങ്ങുന്നത് 2 അപ്പോൾ അടുത്ത ഈ ബുധനുകളൊക്കെ ഏതാണ്? 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ എന്താണ്? 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇവിടെ 9 വരും. നെക്സ്റ്റ് ഇവിടെ 10, 11, 12, 13, 14, 15, 16 അല്ലേ? ഇവിടെ 16 വരും. അപ്പോൾ വീണ്ടും ഇങ്ങനെ എണ്ണി നോക്കണോ? ആവശ്യമില്ലല്ലേ? അപ്പോൾ നമുക്ക് ഒരാഴ്ചയല്ലേ, ഒരു ബുധനാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് അടുത്ത ബുധനാഴ്ചയാവുക അല്ലേ? അടുത്ത 7-ാമത്തെ ദിവസമായിരിക്കും അടുത്ത ദിവസം അല്ലേ? 2നോട് 7 ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. 2, 3, 4, 5, 6, 7, 8, 9 അടുത്ത 7-ാമത്തെ ദിവസമാണ് അടുത്ത ആഴ്ചയാവുക അല്ലേ? അടുത്ത ആഴ്ച അടുത്ത 7-ാമത്തെ ദിവസമാണ് അടുത്ത ആഴ്ചയാകുക. ഈ 16നോട് 7 കൂട്ടിയാൽ അടുത്ത ആഴ്ച കിട്ടും. 16നോട് 7 കൂട്ടിയാൽ 16, 17, 18, 19, 20, 21, 22, 23 അല്ലേ? 23 കിട്ടും. 23നോട് 7 കൂട്ടിയാൽ 30 കിട്ടും. ഓക്കെ, അപ്പോൾ 23, 30. ബി കലണ്ടറിലെ ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മറ്റു തീയതികൾ കൂടി കണ്ടെത്തിയെത്തുക. 18ൻ്റെ ഇവിടെ ഇല്ലേ? ഇവിടെ 16ൻ്റെ മുകളിൽ എന്താണ് അല്ലേ? ഒരു 7 കുറച്ചാൽ നമുക്ക് ഈ ദിവസം കിട്ടും. ഒരു 7 കൂട്ടുമ്പോൾ അടുത്ത ആഴ്ച കിട്ടും അല്ലേ? മുന്നത്തെ ആഴ്ച കിട്ടാൻ ഒരു 7 കുറയ്ക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച കിട്ടാൻ ഒരു 7 കൂട്ടണം അല്ലേ? 8ൻ്റെ ഈ സൈഡിലുള്ള നമ്പർ ഏതാണ്? 17 ആണ്. 18 കഴിഞ്ഞാൽ 19 ആണ്. 18ൻ്റെ മുന്നേ ഒരു 7 കുറച്ചാൽ എത്രയാണ്? 11 ആണല്ലേ? 11നോട് 7 കൂട്ടിയാലല്ലേ 18? 11, 12, 13, 14, 15, 16, 17, 18 അല്ലേ? 7-ാമത്തെ ദിവസമാണ് അടുത്ത 18 വരിക അല്ലേ? അടുത്ത 18നോട് ഒരു 7 ആഡ് ചെയ്താൽ അല്ലേ? 7 കൂട്ടിയാൽ ഏതാണ് വരിക? 18നോട് 7 കൂടുമ്പോൾ 7 ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ 25 കിട്ടും അല്ലേ? 7-ാമത്തെ ദിവസമാണ് അടുത്ത ദിവസം വരിക. അപ്പോൾ 25 മുകളിൽ 11 ഒരു 7 കുറച്ചിട്ട് ഒരു 7 കൂട്ടുക അല്ലേ? 6 കൂട്ടുക അല്ലേ? 7-ാമത്തെ ദിവസമായിരിക്കും ഈ ദിവസം. സി 2022 നവംബർ 15 മുതൽ 18 വരെയാണ് കലാമേള നടന്നത്. കലാമേള എത്ര ദിവസം ഉണ്ടായിരുന്നു? 15 മുതൽ 18 വരെ എത്ര ദിവസമുണ്ട്? 15, 16, 17, 18 ഒരു ദിവസം 15, 12, 2, 3, 4 അപ്പോൾ 4 ദിവസമാണ് കലാമേള ഉണ്ടായിരുന്നത്. പ്രവർത്തനം 5 അടുക്കളത്തോട്ടം. സ്കൂളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണ്. അതിന് കൃഷിഭവനിൽ നിന്നും പച്ചക്കറി വിത്തുകൾ കൊണ്ടുവന്നു. ഓരോ പാക്കറ്റിലും വിത്തുകളുടെ എണ്ണം ചിത്രത്തിലുണ്ട്. ഏതിനം വിത്തുകളാണ് കൂടുതലുള്ളത്? കണ്ടെത്തി എഴുതുക. പാക്കറ്റിലുണ്ട് വിത്തുകളുടെ എണ്ണം. അപ്പോൾ പടവൽ എത്രയാണ്? പാക്കറ്റിൻ്റെ എണ്ണം 7 ആണ്. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം, ഒരു പാക്കറ്റിൽ എത്രയുള്ളത്? 1, 2, 3, 4, 5, 6 അപ്പോൾ 6 എണ്ണമാണുള്ളത്. അപ്പോൾ ആകെ വിത്തുകൾ അല്ലേ? ഒരു പാക്കറ്റിൽ 6 എണ്ണമാണുള്ളത്. അങ്ങനത്തെ 7 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 1ൽ 6 അങ്ങനത്തെ 7 പാക്കറ്റ്. 6, 7 എത്രയാണ്? 6, 7, 42. അപ്പോൾ 6, 7, 42 വിത്തുകളാണ് പടവലുള്ളത് അല്ലേ? ഒരു പാക്കറ്റിൽ 6 വിത്താണുള്ളത്. അങ്ങനത്തെ 7 പാക്കറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 6 വിത്തിനെ നമുക്ക് 7 തവണ എഴുതി കൂട്ടി നോക്കാം, അല്ലെങ്കിൽ 6, 7 ഗുണിച്ച് നോക്കുക, 42. മത്തൻ പാക്കറ്റിൻ്റെ എണ്ണം 6 ആണ്. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം, പാക്കറ്റിൽ എത്ര വിത്താണുള്ളത്? 1, 2, 3, 4, 5, 6, 7 അപ്പോൾ 7 വിത്താണുള്ളത്. അപ്പോൾ 6, 7 എത്രയാണ്? 42. വീണ്ടും 42 കിട്ടി. പാവൽ പാക്കറ്റിൻ്റെ എണ്ണം 13 പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം, ഒരു പാക്കറ്റിൽ എത്ര ഉണ്ട്? 1 വിത്തുണ്ട് അല്ലേ? അത് എണ്ണി നോക്കുക. 10 വിത്തുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിലെ വിത്തിൻ്റെ എണ്ണം 10 ആണ്. അങ്ങനത്തെ 13 പാക്കറ്റുകളുണ്ട്. 10 × 13 130. അപ്പോൾ 10 വിത്തുകളാണ് ഒന്നിലുള്ളത്. അങ്ങനത്തെ 13 പാക്കറ്റുകളുണ്ട്. അപ്പോൾ 10 × 13 അല്ലേ? 0 ഉള്ള മൾട്ടിപ്ലിക്കേഷൻ, 0ൻ്റെ ഗുണിക്കാനുള്ള എളുപ്പരീതി എന്താണ്? നമ്പേഴ്സ് തമ്മിൽ, അക്കങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ. 1 × 13 13 ആണ്. എത്ര 0 ഉണ്ടോ അത് ഇടുക, 130 എന്ന് കിട്ടും. പയർ എത്രയാണ്? പാക്കറ്റിൻ്റെ എണ്ണം 3, 4, 5, 6, 7, 8, 9, 10, 11 അപ്പോൾ 11 പാക്കറ്റുകളുണ്ട്. ഒരു പാക്കറ്റിലെ വിത്തിൻ്റെ എണ്ണം എത്രയാണ്? 1, 2, 3, 4, 5 അപ്പോൾ 5 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ള. അങ്ങനത്തെ 11 പാക്കറ്റുകളുണ്ട്. അപ്പോൾ 11 × 5 55 അല്ലേ? ഏതിനും വിത്തുകളാണ് കൂടുതൽ? ഏതാണ് കൂടുതലുള്ളത്? ഇതാണല്ലേ? 13 പാക്കറ്റിൽ 10 എണ്ണം വീതമുള്ളത് അല്ലേ? അപ്പോൾ ഇത് തന്നെ ആയിരിക്കും കൂടുതൽ. 130 ഏറ്റവും വലിയ സംഖ്യ അല്ലേ? അപ്പോൾ 130 എന്നുള്ള പാവലിൻ്റെ പാക്കറ്റാണ് കൂടുതലുള്ളത്. പ്രവർത്തനം 6 സ്കൂൾ വാർഷികം. സ്കൂൾ വാർഷികത്തിന് വേണ്ടി കസേരകൾ നിരത്തിയിടുന്നത് 3-ാം ക്ലാസ്സുകാരനാണ്. 5 വരിയിലായി കസേരകൾ നിരത്തി. ഒരു വരിയിൽ 6 കസേര വീതമുണ്ട്. ഇപ്പോൾ എത്ര കസേരകൾ നിരത്തി? 5 വരികളുണ്ട്. അതിൽ ഓരോ വരിയിലും 6 കസേര വീതമാണുള്ളത്. അങ്ങനത്തെ 5 വരിയില്ലേ? അപ്പോൾ 5, 6, 5, 25, 6, 5, 30 6 കസേരയുള്ള 5 വരികൾ. 1, 2, 3, 4, 5 5 വരികൾ. ഓരോന്നിലും എത്ര ഉണ്ട്? 6 കസേര വീതമുണ്ട് ഓരോന്നിലും. അപ്പോൾ ഇതിൽ 6 ഇതിൽ 6 അപ്പോൾ 6നെ 5 തവണ കൂട്ടി നോക്കുക, അല്ലെങ്കിൽ 6, 5 അല്ലേ? 5, 6 എത്രയാണ്? 30. എല്ലാ കുട്ടികൾക്കും കസേര തികയാത്തതിനാൽ 6 കസേര വീതം 4 വരികളിൽ കൂടി നിരത്തി. ബി പുതിയതായി എത്ര കസേരകളാണ് നിരത്തിയത്? പുതിയതായി 6 കസേര വീതം 4 വരികളിലാണ്. ഇത് 4 വരിയുണ്ട്. അതിൽ ഓരോന്നിലും 6 എണ്ണം വീതം. അപ്പോൾ 4 വരികളിൽ എത്ര ഉണ്ടാവും? 6, 4 1, 6, 2, 6, 12, 3, 6, 18, 4, 6, 24 അപ്പോൾ 24 കസേര ഉണ്ടാവും. സി ഇപ്പോൾ ആകെ എത്ര വരികളിൽ കസേരയുണ്ട്?
അപ്പോൾ ഇപ്പോൾ ആകെ എത്ര വരിയിലാണ് കസാര ഉള്ളത്? 4 വരികൾ കൂടി നിരത്തിയിട്ടുണ്ടല്ലേ. ആദ്യം എത്രയാണ്? ആദ്യം 5 വരികളും ഇപ്പോൾ 4 വരികൾ കൂടി നിരത്തിയിട്ടുണ്ട്. അപ്പോൾ 5 പിന്നെ 4 വരി, 5 + 4 9 വരികൾ അല്ലേ. 9 വരികളിലാണ് ഇപ്പോൾ ടോട്ടൽ ആകെ കസാരയുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം 5 വരികൾ നിരത്തി, പിന്നെ എത്ര വരിയാണ്? 4 വരികളില്ലേ. 4 വരികൾ കൂടി നിരത്തി. അപ്പോൾ 5ഉം 4ഉം എത്ര വരികളായി? 9 വരികളിലാണ്. ഓരോന്നിലും 6 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. ആകെ എത്ര കസാരകളുണ്ട്? അപ്പോൾ ഇതിലും 6 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. ഈ 4 വരികളിലും 6 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 6 നമുക്ക് ആദ്യം 30 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ 4 6 എത്രയാണ്? 4 6 24. അപ്പോൾ ഈ 30ഉം 24ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 4 3 4 5 54 അല്ലേ. അതൊക്കെ എത്ര കസാര ഉണ്ട്? 54. 54 കസാര എന്ന് കിട്ടും. പുതിയ സിലബസ് പ്രകാരമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും ക്രിസ്മസ് മോഡൽ എക്സാം പേപ്പറും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.